ഹേയ് കിടലായിട്ട് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ പറ്റിയ 135 ലൈറ്റ് റൂം പ്രീസെറ്റ്സ് ബണ്ടിലാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പ്രീസെറ്റ് ബണ്ടിൽ വെച്ച് നിങ്ങൾ ട്രാവൽ ഫോട്ടോസ്, വെഡിങ് ഫോട്ടോസ്, പോർട്രേറ്റ് ഫോട്ടോസ്, അങ്ങനെ എല്ലാ രീതിയിലുള്ള ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ പറ്റിയ പ്രീസെറ്റ്സുകളാണ് ഈ ഒരു ബണ്ടിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ പ്രീസെറ്റ്സിൻ്റെയും DNG ഫോമാറ്റും XMP ഫോമാറ്റും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൊബൈലിലും ഫോട്ടോഷോപ്പിലും ഈ ഒരു പ്രീസെറ്റ്സുകളെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ ഒരു പ്രീസെറ്റ് ബണ്ടിലിൽ 15 വെഡിങ് പ്രീസെറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാ പ്രീസെറ്റ്സുകളും ഞാൻ യൂട്യൂബിൽ കൊടുക്കുക ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ ഓരോ വീഡിയോ കണ്ടുകൊണ്ട് പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ പ്രീസെറ്റും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രീസെറ്റ് പാക്കിൻ്റെ പേയ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ബൈക്ക് റൈഡേഴ്സ് പാക്ക്, ഇൻസ്റ്റഗ്രാം പോർട്രേറ്റ്, മോഡി പാക്ക്, വെഡ്ഡിങ് പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫോൾഡേഴ്സ് കാണാൻ കഴിയും. ഞാൻ ജസ്റ്റ് വെഡ്ഡിങ് പാക്ക് ഓപ്പൺ ആക്കുകയാണ്. അതിനുശേഷം 05 വെഡ്ഡിങ് കളേഴ്സ്, 10 വെഡ്ഡിങ് പ്രീസെറ്റ്, 48 പ്രീസെറ്റ് കുറച്ച് ഫോൾഡർ ഉണ്ട്. ആ 48 പ്രീസെറ്റ്സ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെയും കുറച്ച് ഫോൾഡേഴ്സ് കാണാൻ കഴിയും. ഇതെല്ലാം കുറച്ചും കൂടി ഓർഗനൈസ് ചെയ്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോൾഡറിലായി കൊടുത്തു കഴിഞ്ഞത്. ഞാൻ ജസ്റ്റ് ഇപ്പം 05 വെഡ്ഡിങ് കളേഴ്സ് ഓപ്പൺ ആക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും DNG ചെയ്തിട്ട് XMP ഫോൾഡർ ഉണ്ട്. ജസ്റ്റ് സിസ്റ്റത്തിലാണ് ഇപ്പോൾ കാണിക്കുന്നത്, ഫോട്ടോഷോപ്പിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ XMP ഫോൾഡറിൽ ഡബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഡബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് എടുത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ആവുന്നത് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ സിസ്റ്റത്തിലാണെങ്കിൽ XMP ഫോമാറ്റും മൊബൈലിലാണെങ്കിൽ DNG ഫോമാറ്റും മാത്രം ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ സിസ്റ്റത്തിൽ ചെയ്യുന്നതുകൊണ്ട് XMP ഫോമാറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിനുശേഷം ഏതെങ്കിലും ഒരു ഫോൾഡറിൽ നിങ്ങൾ സേവ് ആക്കി വെക്കുക. അപ്പോൾ സേവ് ആക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക. ഓർഗനൈസ് ചെയ്ത് വെക്കാനാണ് 05 വെഡ്ഡിങ് കളേഴ്സ് വെഡ്ഡിങ് പ്രീസെറ്റിനെ ഞാനിവിടെ സേവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം നേരെ നിങ്ങൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക. ഫോട്ടോഷോപ്പിൽ ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ക്യാമറ ഓർ ഫിൽറ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതല്ലെങ്കിൽ Shift+Ctrl+A എന്ന് ക്ലിക്ക് ചെയ്താൽ എനിക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആവും. അതിനുശേഷം ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് പ്രീസെറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് പ്രീസെറ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഒറ്റ പ്രീസെറ്റും കാണാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങളെ സിസ്റ്റത്തിൽ ചിലപ്പം പ്രീസെറ്റുകളൊക്കെ ഉണ്ടാവും, നിങ്ങളെ പ്രീസെറ്റുകൾ ഉണ്ടാവും. ജസ്റ്റ് ആ ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇമ്പോർട്ട് പ്രൊഫൈൽ ആൻഡ് പ്രീസെറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു 05 വെഡ്ഡിങ് കളേഴ്സ് എന്നുള്ള പ്രീസെറ്റിൻ്റെ സിപ്പ് ഫയൽ തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യണം. സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യേണ്ട, സിപ്പ് ഫയൽ തന്നെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു 5 പ്രീസെറ്റുകൾ ഇവിടെ ആഡ് ചെയ്തിട്ട് കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് യൂസർ പ്രീസെറ്റ്സ് JNCK മീഡിയ എന്നുള്ള ഫോൾഡർ വന്നിട്ട് കാണാൻ കഴിയും. അതിൻ്റെ അകത്ത് യൂസർ പ്രീസെറ്റിൻ്റെ അകത്ത് മാസ്കിംഗ് ടൂളും കൂടി യൂസ് ചെയ്ത പ്രീസെറ്റാണ് ഉണ്ടാവുക. ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാസ്കിംഗ് ടൂൾ യൂസ് ചെയ്ത് എന്തൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ ആ ഒരു എഡിറ്റ് എല്ലാം നിങ്ങളുടെ ഫോട്ടോനും ഈ ഒരു പ്രീസെറ്റ് ആഡ് ചെയ്യുമ്പോൾ കിട്ടും. അതായത് ഞാൻ പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാസ്കിംഗ് ടൂൾ യൂസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് മാത്രം എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് എഡിറ്റ് ചെയ്യും. അതുപോലെ സ്കിൻ ടോൺ എഡിറ്റ് ചെയ്യും. എല്ലാം ഈ ഒരു പ്രീസെറ്റ് ആഡ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്ത പ്രീസെറ്റുകളാണ് യൂസർ പ്രീസെറ്റിൻ്റെ അകത്തുള്ളത്. JNCK മീഡിയ എന്നുള്ള ഫോൾഡറിലുള്ളത് നോർമലായിട്ടുള്ള പ്രീസെറ്റാണ്. നിങ്ങൾ ഓരോന്ന് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ഫിൽറ്റർ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഓർഗനൈസ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രീസെറ്റിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മൂവ് പ്രീസെറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓരോ ഗ്രൂപ്പാക്കി വെക്കുകയാണെങ്കിൽ അതിനുശേഷം ന്യൂ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഏതെങ്കിലും നെയിം കൊടുക്കുക. ഞാനിവിടെ 05 വെഡ്ഡിങ് പ്രീസെറ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നിങ്ങൾ അങ്ങനെ തന്നെ കൊടുത്തോ കുഴപ്പമില്ല. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു പ്രീസെറ്റ് ബീച്ച് റോസ് വാങ്ങുന്ന പ്രീസെറ്റ് അതിനകത്തേക്ക് മൂവ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെ എല്ലാ പ്രീസെറ്റും ഒരു ഫോൾഡറിലേക്കാക്കി വെക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ, നിങ്ങളൊരു വെഡ്ഡിങ് ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും 05 വെഡ്ഡിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു വെഡ്ഡിങ് പ്രീസെറ്റാണുള്ളത്. അപ്പോൾ നിങ്ങൾ വെഡ്ഡിങ് ഫോട്ടോ ആണ് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഈ ഒരു പ്രീസെറ്റ് പാക്കിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഓരോ പ്രീസെറ്റ് വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി ഏത് പ്രീസെറ്റാണ് ഈ ഒരു ഫോട്ടോന് മാച്ച് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇങ്ങനെ ആക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് നേരെ അടുത്ത ഗൂഗിൾ ഡ്രൈവിലേക്ക് പോയിട്ട് അടുത്ത പ്രീസെറ്റ് പാക്കിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യാം. ഞാനൊരു 10 വെഡ്ഡിങ് പാക്ക് എന്നുള്ള ഫോൾഡറാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിൻ്റെ അകത്തും ഞാൻ ഇതേ സെയിം സ്റ്റെപ്പാണ് ചെയ്യുന്നത്. XMP ഫയൽസ് എന്നുള്ള ഫോൾഡർ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഫോട്ടോഷോപ്പിലേക്ക് വരിക. ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മെത്തേഡും അതേപോലെ തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ,
ഇതേപോലെ ബാക്കിയുള്ള എല്ലാ പ്രീസെറ്റ്സും, അതുപോലെ മോഡി പ്രീസെറ്റ് പാക്ക്, ബൈക്കർ പാക്ക്, ഇൻസ്റ്റാഗ്രാം പോർട്രേറ്റ് എല്ലാത്തിനും XMP ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ. സോ ആ XMP ഫോൾഡർ ഫുൾ ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം ഫോട്ടോഷോപ്പിൽ വന്ന് ആഡ് ചെയ്യാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പ്രീസെറ്റും നിങ്ങൾക്ക് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെ മൊബൈൽ ഫോണിൽ നമുക്ക് പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്ത് ലൈറ്റ് റൂമിൽ യൂസ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ എന്തായാലും ഗൂഗിൾ ഡ്രൈവിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഞാൻ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്കാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓരോ ഫോൾഡേഴ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈക്ക് റൈഡേഴ്സ് പാക്ക്, ഇൻസ്റ്റാഗ്രാം പോലെ കുറേ പാക്ക് ഉണ്ട്. അതിനകത്ത് വെഡ്ഡിങ് പാക്ക് സെലക്ട് ചെയ്യാണ്. വെഡ്ഡിങ് പാക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ അടുത്ത ഫോൾഡർ കാണും. അതിന് 05 വെഡ്ഡിങ് കളർ സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും DNG XMP ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് DNG ഫോൾഡറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. DNG സെലക്ട് ചെയ്യുക. DNG സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ലോങ് പ്രസ് ചെയ്തിട്ട് എല്ലാ പ്രീസെറ്റും സെലക്ട് ചെയ്യുക. 5 പ്രീസെറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏറ്റവും ടോപ്പിൽ ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഐഫോണിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ആദ്യം നിങ്ങൾ ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം ആൻഡ്രോയിഡ് നമ്മളെല്ലാം ഒരുമിച്ച് ഡൗൺലോഡ് ചെയ്തു. ഐഫോണിൽ അങ്ങനെ പറ്റില്ല. ഐഫോണിൽ ഓരോ പ്രിസെറ്റായിട്ട് നമ്മൾ ഓപ്പൺ ഇന്ന് കൊടുക്കുക. ഒരു പ്രിസെറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ഇന്ന് കൊടുക്കുക. ഓപ്പൺ ഇന്ന് കൊടുത്തതിന് ശേഷം ഒന്നിക്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ലൈറ്റ് റൂമിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫയലിലേക്ക് നിങ്ങൾക്ക് ഇതുപോലെ സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങളുടെ ഫയലിൽ എപ്പോഴും ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെച്ച ഫയൽ അവിടുന്ന് ഷെയർ ചെയ്തിട്ട് ലൈറ്റ് റൂം ആപ്പ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ ഫോൺ ലൈറ്റ് റൂം മൊബൈൽ ആപ്പ് ഇല്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ നിങ്ങളുടെ ഫയലിലേക്ക് പ്രീസെറ്റെല്ലാം സേവ് ചെയ്തിടുക. അതിനുശേഷം ഓരോ പ്രീസെറ്റും ഓപ്പൺ ചെയ്തിട്ട് താഴത്തെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈറ്റ് റൂമിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നേരെ ആൻഡ്രോയിഡിൽ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നിങ്ങൾ ലൈറ്റ് റൂം ഓപ്പൺ ചെയ്യുക. ലൈറ്റ് റൂം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും അടിയിലായിട്ട് ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യേണ്ട ബട്ടൺ ഉണ്ട്. ഒരു ക്യാമറാൻ്റെ ചിഹ്നം, അതൊരു പ്ലസ് ബട്ടൺ ഐക്കൺ കാണാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ആ ഒരു 5 പ്രീസെറ്റും അവിടെ കാണാൻ കഴിയും. ആ ഒരു 5 പ്രീസെറ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. 5 പ്രീസെറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 5 പ്രീസെറ്റും ഓൾ ഫോട്ടോസ് എന്നുള്ള അതിൻ്റെ അകത്തേക്ക് ഇമ്പോർട്ട് ആവുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഓൾ ഫോട്ടോസ് എന്നുള്ള സെക്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു പ്രീസെറ്റ് എല്ലാം ലോഡായിട്ട് വരുന്ന ഒരു ടൈമുണ്ട്. ജസ്റ്റ് ലോഡായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ പ്രീസെറ്റും ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പ്രീസെറ്റ് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്കൊരു ത്രിബിൾ ഡോട്ട് കാണാൻ കഴിയും. ആ ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണാൻ കഴിയും കോപ്പി സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കോപ്പി സെറ്റിംഗ് കൊടുക്കുക. കോപ്പി സെറ്റിംഗ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ എടുക്കുക. എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ എടുത്തതിന് ശേഷം ഏറ്റവും ടോപ്പിൽ ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പേസ്റ്റ് സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് പേസ്റ്റ് സെറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രീസെറ്റിൻ്റെ എഡിറ്റ് സെറ്റിംഗ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോയിൽ വരുന്നതായിരിക്കും. ഇനി ഇത് നമുക്ക് ഓരോ ഗ്രൂപ്പായിട്ട് നമ്മൾ നേരത്തെ ഫോട്ടോഷോപ്പ് ചെയ്ത പോലത്തെ ഓരോ ഗ്രൂപ്പായിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രീസെറ്റ് ഓപ്പൺ ചെയ്യുക. പ്രീസെറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്രിയേറ്റ് എ പ്രീസെറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ആ ഒരു പ്രീസെറ്റിൻ്റെ നെയിം കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 01 കൊടുക്കുകയാണ്. 01 കൊടുത്തതിന് ശേഷം അവിടെ യൂസർ പ്രീസെറ്റ് എന്നുള്ളൊരു എറർ മാർക്ക് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഞാനിവിടെ 05 വെഡ്ഡിങ് പ്രീസെറ്റ് തന്നെ കൊടുക്കുകയാണ്. അതിനുശേഷം ഏറ്റവും ടോപ്പിൽ ആ ഒരു ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രൂപ്പും ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ആ ഒരു പ്രീസെറ്റ് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പ്രീസെറ്റിനും സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് പ്രീസെറ്റ് കൊടുക്കുക, നെയിം കൊടുക്കുക, ടിക്ക് മാർക്ക് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു പ്രീസെറ്റ് എല്ലാം ഈ ഒരു 5 വെഡ്ഡിങ് പ്രീസെറ്റിനുള്ള ഫോട്ടോയിലേക്ക് ആകുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഓരോ പ്രീസെറ്റായിട്ട് സെലക്ട് ചെയ്തിട്ട് ഏതാണോ നിങ്ങളുടെ ഫോട്ടോയിൽ മാച്ച് ആയിട്ടുള്ളത് ആ ഒരു പ്രീസെറ്റ് ഇട്ടുകൊണ്ട് ബാക്കിയുള്ള കളർ കറക്ഷനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.